തമിഴകത്ത് രാഷ്ട്രീയ പ്രതിസന്ധി തുടരുന്നു. ശശികല അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയ എംഎൽഎമാരിൽ 30ഓളം പേർ നിരാഹാരത്തിലാണ് എന്ന സൂചന. എംഎൽഎമാർ പലരും പ്രതിഷേധത്തിലാണ് എന്നും പനീർശെൽവം ആരോപിച്ചു. എന്നാൽ ഏറ്റവും പുതിയ ഡെവലപ്മെന്റ് ഇക്കാര്യത്തിൽ വരുന്നുണ്ട്. കാരണം ഒരു ഹേബിയസ് കോർപ്പസ് നിലവിൽ മദ്രാസ് ഹൈക്കോടതിയിൽ പൊതുപ്രവർത്തകനായ രാമസ്വാമി നേരത്തെ സമർപ്പിച്ചിരുന്നു. ഈ ഹർജിയിൽ മദ്രാസ് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് ആരാഞ്ഞിട്ടുണ്ട് എവിടെയാണ് ഈ ഒളിപ്പിച്ചു വെച്ച എംഎൽഎമാർ എന്ന്. അവരെ കണ്ടെത്താൻ അടിയന്തര പ്രാധാന്യത്തോടെ കണ്ടെത്തുക എന്നതാണ് എന്ന് തോന്നുന്നു എന്ന തരത്തിലുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മനു അതിന്റെ സമഗ്രമായ വിവരങ്ങൾ നൽകും. മനു, ഇത് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെട്ടതാണ്. കാരണം ഭരണഘടനാ സ്ഥാപനത്തോട്, അങ്ങനെ ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാപനത്തോട്, ഒരു സംവിധാനത്തോട് കോടതി ഇങ്ങനെ ആരായും എന്ന നിയമവൃത്തങ്ങൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. എന്താണ് കോടതിയുടെ നിരീക്ഷണം? അരുൺ, അത് സ്വാഭാവികമായ ഒരു നടപടി തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കോടതി പറഞ്ഞിരിക്കുന്നത് ഈ തടവിലാക്കപ്പെട്ടു എന്ന് ആരോപിക്കപ്പെടുന്ന എംഎൽഎമാർ എവിടെയുണ്ട്, 130 തങ്ങൾക്ക് പിന്തുണ അർപ്പിച്ചു എന്ന് പറയുന്ന എംഎൽഎമാർ എവിടെയുണ്ട് എന്ന് അറിയിക്കാൻ ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുകയാണ്, നിർദ്ദേശിച്ചിരിക്കുകയാണ് സർക്കാരിനോട്. എത്രയും വേഗം ഇവരെ കണ്ടെത്താനും പറഞ്ഞിരിക്കുകയാണ്. കാരണം അരുൺ, ഇത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. കോടതി ഇക്കാര്യത്തിൽ ഇടപെടുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. ഇത് പഴയ കാലമൊന്നുമല്ല. 130 എംഎൽഎമാരെ പിടിച്ചുകൊണ്ടുപോയി എവിടെയെങ്കിലും ഒളിവിൽ പാർപ്പിച്ചിട്ട് അവരുടെ ഒപ്പ് മേടിച്ചുകൊണ്ട് വന്ന് പിന്തുണയുണ്ടെന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇന്നലെ തന്നെ മദ്രാസ് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകരൊക്കെ പറഞ്ഞൊരു കാര്യമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അതിന്റെ തുടർച്ചയായ നടപടി തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. എത്രയും വേഗത്തിൽ ഇവരെ കണ്ടുപിടിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇവരെവിടെയെന്ന് അറിയിക്കണം. അത് സംസ്ഥാന സർക്കാരിന് ഒരുപാട് ബാധകമാണ്, അതേസമയം തന്നെ ശശികലയ്ക്കും ബാധകമാണ് ആ കാര്യം. കാരണം ശശികലയ്ക്കെതിരെയാണ് ഈ ഹർജി വന്നിരുന്നത്. ഇവരെ എംഎൽഎമാരെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിന് മറുപടി പറയേണ്ടി വരും. ഇനി ഇപ്പോൾ തന്നെ ഒരു പക്ഷേ ഗവർണർ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ എംഎൽഎമാരെ നേരിട്ട് ഹാജരാക്കാൻ ഗവർണർ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഇങ്ങനെ ഗവർണർ ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് കൂടിയാണ് പനീർശെൽവം അത്തരത്തിൽ വ്യക്തമായ ഒരു ആരോപണം ഇവരെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നു, തടവിൽ പാർപ്പിച്ചിരിക്കുന്നു എന്ന തരത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് തമിഴകത്ത് നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അത് ശശികലയ്ക്ക് ഇവരെ ഹാജരാക്കിയേ മതിയാവും. അപ്പോൾ ഇവരെ ഹാജരാക്കുമ്പോൾ ഈ നിരാഹാരം അനുഷ്ഠിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ ഒരുപക്ഷെ മറുഭാഗത്തേക്ക് വന്നാൽ ശശികല നിൽക്കുന്നിടത്തെ മണ്ണ് വീണ്ടും ചോർന്നു പോകുന്ന അവസ്ഥയിലേക്കും അവർ കൂടുതൽ ദുർബലപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്കും തമിഴകം എത്തേണ്ടി വരും. അതിനുവേണ്ടി തന്നെയാണ് പനീർശെൽവം ക്യാമ്പും കാത്തിരിക്കുന്നത്. അതിനിപ്പോൾ ആദ്യത്തെ പടിയായിട്ട് തന്നെ കോടതിയുടെ ഭാഗത്ത് നിന്ന് കർശന നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഇവർ എത്രയും വേഗം എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കണം. ഒപ്പം തന്നെ ഇവർ എവിടെയാണ് എന്ന് ചോദിച്ചിരിക്കുകയാണ് കോടതി ഈ ഹർജി പരിഗണിക്കവേ. അരുൺ, നേരത്തെ പോലീസ് സംവിധാനത്തോട് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താൻ പനീർശെൽവം കാവൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നതാണ്. ഇനി സ്വാഭാവികമായുള്ള നടപടിക്രമം എന്താകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? സ്വാഭാവികമായും അതിൽ ഒന്നെങ്കിൽ ശശികലയ്ക്ക് ഇവരെ നേരിട്ട് ഹാജരാക്കേണ്ടി വരും, അല്ലെങ്കിൽ പോലീസ് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനൊന്നുമില്ല. അരുൺ, കൃത്യമായിട്ട് ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് അറിയാമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. മഹാബലിപുരത്തെ, ചെന്നൈയിൽ നിന്ന് 80 കിലോമീറ്ററോളം അകലെയുള്ള മഹാബലിപുരത്തെ റിസോർട്ടിൽ ഇവരുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതേസമയം ചിലരെയൊക്കെ സംസ്ഥാനത്തിന് പുറത്തേക്ക്, അതായത് മറുകണ്ഠം ചാടും എന്ന് സംശയമുള്ളവരെ സംസ്ഥാനത്തിന് വെളിയിലേക്ക് കടത്തുന്നു എന്ന തരത്തിലുള്ള ചില സൂചനകൾ വരുന്നു. പക്ഷേ അതിൽ എത്രമാത്രം ആധികാരികതയുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. കാരണം ഇവരുടെ ആരുടെയും കയ്യിൽ മൊബൈലുകളില്ല ഇവരോട് സംസാരിക്കാനോ. മാത്രമല്ല ഈ ക്യാമ്പ്, ഇവരെ ഒളിപ്പിച്ച് താമസിപ്പിച്ചിരിക്കുന്ന റിസോർട്ടുകളിലേക്ക് പോകുന്ന മാധ്യമ പ്രവർത്തകരെയൊക്കെ വഴിയിൽ ശശികലയുടെ അനുകൂലികൾ തടഞ്ഞ് അവരെ തിരിച്ചുവിടുന്ന ഒരു കാഴ്ച. ഈ ഹോട്ടലിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പുറമെ ശശികലയുടെ നിർദ്ദേശപ്രകാരം വൻതോതിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഈ റിസോർട്ടുകൾക്ക് ചുറ്റും ഏർപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ വലിയൊരു ബന്ദോബസ്തിൽ തന്നെയാണ്, ആഡംബര തടങ്കലിൽ ഇവർ കഴിയുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ ഇതിന് മറുപടി പറയേണ്ടി വരും. എന്നാൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ അത് കോടതി ലക്ഷ്യമായ മറ്റ് നടപടികളിലേക്ക് കൂടി ശശികല ചെന്ന് ചാടും. ഏതായാലും അതിനവർ നിൽക്കുകയില്ല എന്ന് തന്നെ കരുതാം. കാരണം ഇപ്പോൾ തന്നെ ഇത്രയധികം കുരുക്ക് അവർക്ക് മുന്നിൽ കിടക്കുകയാണ്. എംഎൽഎമാരുടെ പിന്തുണ ഉണ്ട് എന്ന് അവകാശപ്പെട്ടിട്ട് പോലും സത്യപ്രതിജ്ഞ ചെയ്യാനോ ഭൂരിപക്ഷം തെളിയിക്കാനോ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അത്തരത്തിലൊരു രാഷ്ട്രീയ നീക്കം ഒരുപക്ഷെ അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ അവർ ദുർബലരായി പോകുന്നു. കാരണം പനീർശെൽവത്തിന് മുൻപിൽ ഓരോ മണിക്കൂർ കൂടുതൽ കിട്ടുമ്പോഴും മറുവശത്തു നിന്ന് ആളുകൾ ഇങ്ങേ ഭാഗത്തേക്ക് വരാനുള്ള ശശികലയുടെ പിന്തുണ കുറയുന്ന സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നു. ഇപ്പോൾ ഡി എം കെയിലേക്ക് പോയാൽ പോലും ശശികലയെ സംബന്ധിച്ചിടത്തോളം അത് തിരിച്ചടിയാണ്. ഈ 40 എംഎൽഎമാർ, ഇപ്പോൾ ഈ 30 എംഎൽഎമാർ നിരാഹാര സമരം നടത്തുന്നു എന്ന് പറയുന്നവർ നേരത്തെ ഡി എം കെയിലേക്ക് പോകും എന്ന അഭ്യൂഹം കേട്ടിരുന്ന ആളുകളിൽ പെട്ടവരാണ്. അവരിനി ഡി എം കെയിലേക്കാണ് പോകുന്നതെങ്കിൽ പോലും അത് ശശികലയെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ്. കാരണം ഈ എംഎൽഎമാർ മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി പിന്നെ അവർക്ക് സർക്കാർ രൂപീകരിക്കാനുള്ള പിന്തുണയില്ല. സ്പീക്കർ അവരെ അയോഗ്യരായി പ്രഖ്യാപിച്ചാലും ഈ എംഎൽഎമാരെ സംബന്ധിച്ചിടത്തോളം മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ അവർ ഡി എം കെയിലേക്ക് പോകാനുള്ള സാധ്യതയും വിരളമാണ്. അവർ പനീർശെൽവം ക്യാമ്പിലേക്ക് തന്നെ വരുമെന്ന സൂചനകളാണ് പനീർശെൽവം ആത്മവിശ്വാസത്തോടെ പങ്കുവയ്ക്കുന്നത്.
യെസ്, ഏറ്റവും പുതിയ വിവരങ്ങളാണ് മനു നൽകിയത് ന്യൂസ് റൂമിൽ നിന്ന്. ശശികല ഒളിപ്പിച്ചു വെച്ച തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്ന MLA-മാരെ കുറിച്ചുള്ള റിപ്പോർട്ട് എത്രയും വേഗം നൽകാൻ സംസ്ഥാന സർക്കാരിനോട് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു.